ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡേമയിലെ പീഡിയേറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം മുഴുവനായിട്ട് എടുത്തുകണ് കേട്ടോ. മാക്സിമം നമ്മൾ പറ്റുന്ന അത്രയൊക്കെ എടുത്തുകണേ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കണ്ട് നമ്മളിവിടെ അടുക്കളയ്ക്ക് വന്നിക്കാണേ. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഷാലുവിന് മദ്രസ ഉണ്ടായതുകൊണ്ട് തന്നെ അവന് ചായയും കടിയൊക്കെ കുടിച്ചിട്ട് തന്നെയാണ് മദ്രസക്ക് പോവുക. അപ്പോൾ വേഗം കടി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചട്ടി പാർന്ന കടി നാട്ടപ്പട പറയൽ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളവിടെയൊക്കെ എന്താ അത് പറയണമെന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരിപ്പൊടി എടുത്തുകൊണ്ട് പച്ചവെള്ളത്തിൽ കുഴക്കുക. പിന്നെ നമ്മളിതിൻ്റെ മാവിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ നമ്മുടെ ദോശനെക്കാട്ടി ഒരു ഇത്തിരി കട്ടി കൂടിക്കാണ്ടാട്ടോ മാവിൻ്റെ പരുവം. അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിക്കാണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുത്തുക്കണേ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങ വേണം. തേങ്ങ അതേപോലെ തന്നെ ചെറിയുള്ളി നന്നായിട്ട് കനം കുറഞ്ഞ അരിയും ചെയ്യുക. തേങ്ങ ചിരകിട്ടും ചെയ്യുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കണ്ട് ഒന്ന് കലക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ ഇട്ടതിൻ്റെ മാവ്. അപ്പോൾ കുറച്ച് മതി, നമ്മൾ 4 ആളല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് കടി മതി. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ തന്നെ ഇടണുള്ളൂ. അപ്പോൾ തേങ്ങ ചിരകിൻ്റെ ശേഷം നമ്മൾ ആ ഒരു വേഗം കേക്ക് വെക്കാം കേട്ടോ. എന്താ വെച്ചാൽ അതിൻ്റെ മേലെ ഫ്ലൈവുഡാണ്, അപ്പോൾ വേഗം കേടുവരും. അപ്പോൾ കേൾക്കാണ്ട് അവിടെ കുത്തിച്ചാരി വെച്ചാൽ പിന്നെ ഇന്നത്തെ വെള്ളമൊക്കെ പോയി കിട്ടിക്കോളും. അങ്ങനെ ആ ഒരു തേങ്ങ ചിരകിയ പാത്രം കേൾക്കാണ്ട് ഉള്ളി എടുക്കുകയാണ്. ഉള്ളി നന്നായിട്ട് തന്നെ കനം കുറഞ്ഞ അരിയാണ് കേട്ടോ. എന്നാലുള്ളൂ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ആ ഉള്ളി ഇങ്ങനെ ആ ഒരു കടിക്കണവർക്ക് ഇഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളിവിടെ നന്നായിട്ട് ഇതേപോലെ ചെറിയതാക്കി അരിഞ്ഞെടുക്കൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഷാലുവിന് മദ്രസക്ക് പോകാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. മടി എന്താ വെച്ചാൽ കടി വേണ്ട, ചായയും കടി വേണ്ട, ബ്രെഡ് മതി എന്ന് പറഞ്ഞിക്കാണ്ട് നിൽക്കാട്ടോ. അപ്പോൾ ഞാനെന്നും മദ്രസക്ക് പോകുമ്പോൾ അങ്ങനെ ബേക്കറി ഒന്നും കൊടുക്കലില്ല. ഒറ്റ ദിവസം കൊടുക്കൽ തന്നെ അല്ല, എത്ര വാശി പിടിച്ചാലും കൊടുക്കലില്ല. അപ്പോൾ ഇന്ന് ഭയങ്കര വാശിയാണ്. ഇന്ന് പോകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ എന്നെ എടുക്കണ്ട പറഞ്ഞിക്കാണ്ട് അവിടെ നിന്ന് പോയിക്കണേ. അപ്പോൾ ഓന് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് വണ്ടി വരിക. അപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കി വെക്കും, കാരണം ഒരുക്കണമെങ്കിൽ കുറേ നേരം വേണം. അപ്പോൾ പിന്നെ ഓനക്കുള്ളൊക്കെ റെഡി ആക്കി വെച്ചാൽ പിന്നെ ഒരുക്കാണ്ട് പറഞ്ഞേക്കാലോ എന്ന് വിചാരിച്ചാണ്ടേ. അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞിക്കണം കേട്ടോ. അപ്പോൾ ഇത്ര മാവ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് സംഭവം. ഇതിന് കറിയൊന്നും വേണമെന്നില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിവിടെ ഇത് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ട് ഉണ്ടാക്കൽ. അപ്പോൾ ചായക്കുള്ള വെള്ളം അപ്പുറത്ത് ഗ്യാസുമ്മ വെച്ചിരിക്കണേ. പിന്നെ അതേപോലെ തന്നെ അപ്പുറത്തെ അടുപ്പിന് നമ്മൾക്ക് കടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചുകാണ്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക, അത്ര മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ചെടുത്തുകാണ്ട് കുറച്ച് ഇതേപോലെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാട്ടോ ചെയ്യണത്. ഇപ്പോൾ കറി ഉണ്ടാകുമ്പോൾ പിന്നെ അധികം എണ്ണൻ്റെ ആവശ്യമില്ല. കറി ഇല്ലാതെ നമ്മൾ ഇങ്ങനെ തിന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല കേട്ടോ. കുറച്ചൊക്കെ എണ്ണ ഉണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ അത്രയാണ് ഈ ഒരു മാവിൻ്റെ പരുവട്ട, അത്ര മതി. ഒരു കയ്യിൽ ഒഴിച്ചിട്ട് പിന്നെ ഒരു ഇത്തിരിയും കൂടി അത്രയും കൂടി ഒഴിച്ചുകൊണ്ട് നന്നായിട്ട് ഇതേപോലെ നിങ്ങൾ ചുറ്റിച്ചെടുക്കുക. നടുവിൽ ചെറുതായിട്ടൊരു കട്ടി വേണം, സൈഡിലിട്ടോ കട്ടി പാടില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അത്ര മതി കേട്ടോ. പിന്നെ ഈ ഒരു അപ്പത്തിന് പറയാനുള്ള എന്താ വെച്ചാൽ ഒഴിച്ച ഉടനെ തന്നെ മൂടി കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു സൈഡൊക്കെ എന്തോ പോലെ കാരം. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച ഉടനെ തന്നെ മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മൂടി എടുത്തൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു തയ്ക്കണേ. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ആദ്യം ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് പിന്നെ ഹൈ ഫ്ലെയിം വെക്കാണ്ട് വെക്കണം. എന്നാലുള്ള നല്ല ഇതിൽ കിട്ടുക. അപ്പോൾ നമ്മൾ ഒരപ്പം റെഡി ആയിക്കണ്. ശാല അവിടെ ഇരിക്കന്നെ കേട്ടോ, വാശിയിൽ ഇരിക്കന്നെയാണ്. അപ്പോൾ ഞാൻ ഇതാണ്ടായാൽ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ സോപ്പിട്ട് കൊടുക്കാമല്ലോ വിചാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പക്ഷെ അവൻ സമ്മതിക്കണമൊന്നുമില്ല. അങ്ങനെ നമ്മളപ്പം റെഡിയായി. അപ്പം കണ്ടില്ല നിങ്ങളെ. അപ്പോൾ എത്ര വലുപ്പാട്ടോ പാകം. കുറേ വലുപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് രസം ഉണ്ടാവില്ല. കാരണം സൈഡൊക്കെ നമ്മളിങ്ങനെ എടുക്കണ നേരത്തൊക്കെ ഒരു ഇടങ്ങേറേക്കാരം. അങ്ങനെ ഏതായാലും അപ്പം ചൂടട്ടെ, എന്നിട്ടാണ് ഇനിയിപ്പോൾ ബാക്കി അവൻ്റെ നോക്കാൻ വെച്ചിട്ട് ബാക്കിയുള്ള കൂടിയൊക്കെ ഒന്ന് പാർന്നെടുക്കുന്നുണ്ട്. ചായ പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ട് എന്നും കുറച്ച് പഞ്ചസാര ഇടലുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്ന തിരക്കിൽ സത്യത്തിൽ പറയണെങ്കിൽ മറന്നീന്. അപ്പോൾ എന്താ തിളക്കാത്ത വെച്ചിട്ട് നോക്കിയപ്പോഴാണ് പിന്നെ എനിക്ക് ഓർമ്മയായത്. അപ്പോൾ വേഗം പോയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തേണ്. അപ്പോൾ ഓന് നല്ല ചൂടാറിയ ചായ പറ്റുള്ളൂ. നല്ല തണുത്ത പച്ചവെള്ളം പോലത്തെ ചായയാണ് ഓനക്ക് പറ്റുക. അപ്പോൾ പിന്നെ വേഗം ചായ തിളപ്പിക്കലുണ്ടെന്ന്. ഇപ്പോൾ എല്ലാം കൂടി തിരക്കിലായിട്ടായി. പിന്നെ ഇപ്പോൾ അതാണ് മറന്നത്. ഇനിയിപ്പോൾ ഏതായാലും ചായയൊക്കെ തളിച്ചിക്കണേ. പിന്നെ നമ്മളിതാ കുറച്ച് ചായപ്പൊടി, കുറച്ച് ചായ ടപ്പം ഉണ്ടാക്കണുള്ളൂ. അതേപോലെ തന്നെ കട്ടൻ ചായയാണ് എനിക്ക് രാവിലെ ഇഷ്ടം. പാൽ ചായ അത്ര ഇഷ്ടമല്ല. അപ്പോൾ കട്ടനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മളപ്പൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ്.
അപ്പോൾ അത് അപ്പം ചുടലൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കണേ. അപ്പോൾ ഇന്ന് ചാലു പറഞ്ഞത് തന്നെ ഏട്ടാ നടന്നിരിക്കണത്. അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് മദ്രസ് പോകാൻ ഇന്ന് ഭയങ്കര മടിയുണ്ട്. അപ്പോൾ നമ്മൾ ശനിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതാ ബ്രെഡും ഇതൊക്കെ അവിടെ ഇരുന്ന് തിന്നുന്നുണ്ട്. അപ്പോൾ ഷർട്ട് ഇടാത്തതുകൊണ്ട് ഇന്നെ എടുക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളേക്ക് കറിയായിട്ട് ഇന്നലെ ഉണ്ടാക്കിയ കടലക്കറി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ചൂടാക്കിയിട്ടുള്ളത്. അതാ ചായ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ രാത്രി കടയിൽ നിന്ന് കുറച്ച് പച്ചക്കറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പോൾ എടുത്തൊക്കെ ഒരു മടി, അപ്പോൾ അവിടെ പരത്തിയിട്ട് കണ്ട് പോയതായിരുന്നു കേട്ടോ. എന്നാൽ അത് എടുത്തൊക്കെ വിചാരിച്ചു. ഷാനുവിന് പനി ആയതുകൊണ്ട് പിന്നെ ഓനും നീച്ചിട്ടില്ല. ഇവർ പന്തളിക്കാൻ പോയിട്ട് ഇവരും വന്നിട്ടില്ല കേട്ടോ. അപ്പം എന്നാൽ അത് എടുത്ത് വെച്ച് മിറ്റടിയൊക്കെ കഴിയുമ്പോഴത്തേനും ഇവരൊക്കെ റെഡിയാവും ചായക്ക്. അപ്പോൾ പിന്നെ ഞാൻ അപ്പോൾ കുടിക്കാലോ വിചാരിച്ചിട്ട് ഞാനും തന്നെ കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് എടുത്തേക്കാണ് കേട്ടോ. ഏതൊരു പണിയാണെങ്കിലും അത് അപ്പക്കപ്പാണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ഇതില്ല. പക്ഷെ നമുക്ക് ഈ മടി വന്നാൽ ഭയങ്കര ഇതാണ്. പിന്നെ അതൊരു ഈറയാണ്. രാവിലെ തന്നെ നീറ്റ് വരുമ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഒരു പിരാന്ത്. ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്തേക്കണമല്ലോ എന്ന്. എനിക്ക് ഏറ്റവും ഈറുള്ളൊരു പണി കേട്ടത്. ഞാൻ മക്കളെ കൊണ്ടാണ് കൂടുതൽ ഇതിപ്പോൾ ചെയ്യിക്കൽ. പിന്നെ ഷാനു മദ്രസക്കും പോയി ഷാനു ഉറങ്ങുമായതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ചെയ്തു. പിന്നെ ഇങ്ങനെ ഈ ഉള്ളിമൊക്കെ ഒരു മണിയനീച്ച വരുമല്ലോ. അപ്പോൾ ഞാൻ തക്കാളി ഉരുളങ്കിഴങ്ങും ഇതൊക്കെ ഓരോന്ന് എടുത്ത് വെച്ചു. അതേപോലെ തന്നെ അതൊക്കെ കൊട്ടി കൊണ്ടിടലാട്ടോ, തക്കാളി ഉള്ളി ഉരുളങ്കിഴങ്ങൊക്കെ. പിന്നെ കുറച്ച് വെണ്ടയ്ക്കും പയറൊക്കെ ഉള്ളൂ. അതിങ്ങനെ ഒരു പാത്രത്തിലൊക്കെ ആക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെയാണ് ചെയ്യൽ. അതാകുമ്പോൾ പിന്നെ ഉണ്ടാക്കാനും എടുക്കാനൊക്കെ എളുപ്പമാണ്. എല്ലാം കൂടി ആകുമ്പോൾ ഒരിതാണ്. അപ്പോൾ അതിനായിട്ടൊക്കെ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പൈസ കുറഞ്ഞ പാത്രങ്ങളുണ്ടാവും, മറ്റേ ഈ കനം കുറഞ്ഞ പ്ലാസ്റ്റിക്കൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങിയാൽ മതി. എന്നാൽ പിന്നെ അതേമാതിരി ഓരോന്നിൽ വെക്കുമ്പോൾ നമുക്കതൊരു പണിയില്ല. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചിക്കാണ്ട് നോക്കുമ്പോൾ ചെറിയ ഉള്ളി കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അത് പയ്യത് വേറെ വെക്കുകയാണ്. അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാം ഓരോലാവും. അപ്പോൾ അതൊക്കെ വേറെ വേറെ ആക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇനിയൊക്കെ ഫ്രിഡ്ജിക്ക് വെച്ചാൽ മതി. ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കൂല കേട്ടോ. അതൊക്കെ പുറത്ത് ആ ഒരു പാത്രത്തിൽ തന്നെയാണ് വെക്കുക. അപ്പോൾ കുറച്ച് കൊടുന്നാൽ മതി. കൂടുതൽ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ഈ ഫ്രിഡ്ജിക്ക് വെക്കേണ്ടി വരുന്നത്. പക്ഷേ ഇതൊക്കെ എന്തായാലും പുറത്ത് വെച്ചാൽ കേടുവരുമല്ലോ. അപ്പോൾ ഇതിന് അത്യാവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ ഫ്രിഡ്ജിൽ വെക്കുക. അങ്ങനെ പിന്നെ ഇന്നുണ്ടാക്കാനുള്ള പച്ചക്കറിയൊക്കെ അവിടെ വെച്ചുകാണ്ട് ബാക്കിയൊക്കെ നമ്മൾ വേഗം ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചുകാണ്ട് പാത്രങ്ങളൊക്കെ സിങ്കൊക്കെ പെറുക്കിയിട്ടിക്കാണ്ട് മുറ്റടിക്കാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ ഞാനെന്നും പാത്രം കഴുകുന്നതിന് മുന്നേ തന്നെയാണ് മുറ്റടിക്കൽ. എന്താ വെച്ചാൽ പിന്നെ പാത്രം കഴുകി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കണം, അല്ലാഞ്ഞാൽ പിന്നെ എന്തോ പോലെയാണ്. അപ്പോൾ വേഗം പോയിട്ട് മുറ്റടിക്കാനാണ് ചെയ്യല്. അധികം കച്ചറൊന്നും ഉണ്ടാവില്ല. ഒരു 5 മിനിറ്റത്തെ പണിയുള്ളൂ കേട്ടോ മുറ്റടി. കുറച്ച് ഇലകളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാവില്ല. പിന്നെ സ്കൂളില്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ പിന്നെ കച്ചറൊക്കെ ഉണ്ടാവും. സ്കൂളുള്ള ദിവസമാണെങ്കിൽ പിന്നെ വല്ല കച്ചറ ഒന്നും ഉണ്ടാവില്ല. മറ്റേ ഓരിങ്ങനെ കളിക്കുമ്പോൾ അങ്ങോട്ടായിട്ടൊക്കെ പാടെ കുറേ കച്ചറ ഉണ്ടാവും. അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിരിക്കണേ. അപ്പോൾ ഈ ഒരു ചെമ്പരത്തിൻ്റെ കളർ ചെമ്പരത്തിപ്പൂവിൻ്റെ കളർ നല്ല ഇഷ്ടമാട്ടോ. നല്ല രസമുണ്ട് ഇത് ശരിക്കും കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചാൽ തന്നാണ്. അല്ല വലിയൊരു ചെടിയായിട്ടൊന്നും അല്ല കേട്ടോ. എല്ലാവരും കളർ ഒരു വെറൈറ്റി കളറാണ്. അപ്പോൾ നല്ല ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചാൽ തന്നാണ്. അതൊക്കെ കഴിഞ്ഞിക്കാണ്ട് കോഴിക്കുട്ടിയൊക്കെ തിന്നാൻ കൊടുക്കാൻ പോയിട്ടുള്ള കേട്ടോ. പാവാണ്, എനിക്കൊന്ന് കൊടുക്കാൻ കുറച്ച് നേരം വൈകിക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കോഴിക്കുട്ടിയാളെ. പിന്നെ ഉണ്ട് കേട്ടോ കുറച്ച് വലുപ്പമായത് വേറെ ഉണ്ട്. അപ്പോൾ ഇവിടെ തിന്നുന്നുണ്ട്. അപ്പോൾ തീറ്റ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. നമുക്കതിനും ബിരിയാണി ഇട്ടുന്നതും സാധാ ചോറ് ഇട്ടുന്നതും ഒരു മാറ്റം ഉണ്ടല്ലോ, അതേ മരിക്കാണ്. അത് കിട്ടോളം നമ്മളെ പിന്നാലെ എടുക്കും. അപ്പോൾ ഓരത്തൊക്കെ കഴിഞ്ഞിക്കാണ്ട് പാത്രം ഇവിടെ നേരത്തെ തന്നെ പെറുക്കി വെച്ചിട്ടുകാണ്ട് പോയതായിരുന്നു കേട്ടോ. ഇനി വന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. അപ്പോൾ അധികം പാത്രങ്ങളൊന്നുമില്ല കേട്ടോ, കുറച്ചുള്ളൂ. എന്താ വെച്ചാൽ ഇന്ന് കുറവ് കറി ഉണ്ടാക്കിയിട്ടില്ലല്ലോ, തലേ ദിവസത്തെ കറി ആയതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ പാത്രങ്ങളൊന്നും ഒഴിവായി കിട്ടിയിരിക്കണേ. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാ പാത്രങ്ങളൊന്നുമില്ല, തന്നെ ഉള്ളൂ. പിന്നെ മക്കൾക്ക് സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഓല് പോണ ആ ധൃതിയിൽ കുറച്ചൊക്കെയാണ് പെരക്കും. പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് പിന്നെ അതും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ വേണം കഴുകി വെച്ചുകൊണ്ടാണ് ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണത് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഫോണും ഇരിക്കും, എന്നിട്ടാണ് പിന്നെ ബാക്കി പണിയൊക്കെ തുടങ്ങുള്ളൂ. പിന്നെ സ്കൂളുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഈ പാത്രം കഴുകലാണ് കഴിഞ്ഞുകൊണ്ട് വേഗം ഷാലുവിനുള്ള കൂട്ടാൻ ഉണ്ടാക്കി വെക്കും. ഷാനു പിന്നെ ചോറ് കൊണ്ടുപോകലില്ല. അപ്പോൾ പിന്നെ കൂട്ടാൻ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എന്നിട്ട് ഒരുമിച്ചാണ് പാത്രം കഴുകലാണ്. എന്നാൽ പിന്നെ ഒന്നാണ് ജസ്റ്റ് വെറുതെ ഒന്നാണ് തുടച്ചിട്ടും ചെയ്താൽ തിണ്ടൊക്കെ തുടച്ചിട്ടാൽ പിന്നെ അല്ലാതെ പരക്കൂല്ല. പിന്നെ നമ്മൾ റെസ്റ്റ് എടുത്തൊക്കെ വരുമ്പോൾ ഈ പരന്നെടുക്കണ കാണുമ്പോൾ ഒരു ഇതല്ലേ, അധികം ഒന്നും ഇരിക്കില്ല. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഫോണുമ്പോൾ കളിച്ചു കണ്ടിരിക്കും. ചിലപ്പോൾ അങ്ങനെ ഇരിക്കും ചെയ്യും കേട്ടോ. വേണ്ട പണി എടുത്താൽ പിന്നെ കഴിയും. പക്ഷേ ഫോണുമൊക്കെ ഇരുന്നാൽ ഒക്കെ പിന്നെ ഓരോ മൂഡിനനുസരിച്ച് തന്നെയാണ്. അങ്ങനെ പാത്രങ്ങളൊക്കെ കേക്ക് തന്നെയാണ്. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ മാന്തളുണ്ട്. അപ്പോൾ മാന്തൾ ഉണ്ടാക്കുക, മാന്തൾ പൊരിക്കുക വിചാരിച്ച് കണ്ടേ. നല്ല കട്ടയാണ്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം പാർന്നൊക്കെ വിചാരിച്ച് കണ്ട് അത് കൊടുന്നാണ്ട് വെള്ളം പാർന്നു. പിന്നെ പച്ചക്കറിയൊക്കെ ഒന്ന് അരിയാന്ന് വിചാരിച്ച്. എന്നാൽ പിന്നെ അത് ചെയ്ത് വെച്ച് കണ്ട് അടിക്കാൻ തുടക്കാനൊക്കെ പോയാൽ പിന്നെ അത് കഴിഞ്ഞ് കണ്ട് പിന്നെ വേദന നിൽക്കാമല്ലോ.
അങ്ങനെ അതാ മീനിക്കൊക്കെ വെള്ളം പാർന്നിക്കണേ. പിന്നെ അതാ പച്ചക്കറികളൊക്കെ അരിയുള്ള പരിപാടിയിലാണ്. അധികമൊന്നുമില്ല. പിന്നെ ഉച്ചക്കുള്ള പിന്നെ നമ്മൾ കൂടുതലായിട്ടും ചോറ് തിന്നുക. രാത്രി അങ്ങനെ ആരും ചോറ് തിന്നൂല. പിന്നെ സാമ്പാറാട്ടം ഉണ്ടാക്കണത്. സാമ്പാറും പയറുമാണ് ഇന്ന് ഉണ്ടാക്കണത്. അപ്പോൾ എന്താ വെച്ചാൽ നാളെ ഇതുണ്ടാക്കുക, ദോശ ഉണ്ടാക്കുക വിചാരിച്ചു കണ്ട്, ഉഴുന്ന് ദോശ ഉണ്ടാക്കുക. അപ്പം എന്നാൽ എനിക്ക് സാമ്പാർ എടുക്കാമല്ലോ, അല്ലെങ്കിൽ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക വിചാരിച്ചു കണ്ട് സാമ്പാർ ഉണ്ടാക്കുകയാണ്. ഇന്നത്തെ സാമ്പാറിൽ നമ്മൾ പരിപ്പിടണില്ല കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ദിവസം അതേപോലെ പരിപ്പില്ലാതായിട്ട് അങ്ങനെ പരിപ്പിടാതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നും പിന്നെ എല്ലാവർക്കും ഇപ്പോൾ പരിപ്പിടാത്ത ആ ഒരു സാമ്പാറിനോടാട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മളിന്ന് പരിപ്പിടാത്തൊരു സാമ്പാർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ എന്നും സാമ്പാറൊന്നും ഇഷ്ടമല്ല കേട്ടോ. അധികം നമ്മൾ ഉച്ചക്കൊക്കെ തേങ്ങ അരച്ച കറി തന്നെ ഇട്ട് ഉണ്ടാക്കൽ. അപ്പോൾ കുറേ ദിവസമായി ഇപ്പോൾ തേങ്ങ അരച്ച കറി അടുപ്പിച്ചാകുമ്പോൾ നമുക്കൊരു മടുപ്പാണല്ലോ. അപ്പോൾ ഒന്ന് പിന്നെ സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചു. സാമ്പാറും തന്നെ ആർക്കും വലിയൊരു ഇഷ്ടമല്ല. പിന്നെ മീൻ മുളകിട്ടൊക്കെ ആണെങ്കിൽ മുളക് കറിയൊക്കെ ഇഷ്ടമാണ്. അല്ലാത്ത കുട്ടികൾക്ക് എല്ലാവർക്കും തേങ്ങ അരച്ച കറി തന്നെ ഇട്ട് ഇഷ്ടം. അങ്ങനെ നമ്മളിതാ എല്ലാം ഇതിവിടെ അരിഞ്ഞെടുത്തിക്കണം കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അടിച്ചു വരാനും തുടക്കാനും ഒക്കെ ഉണ്ടായി, നമുക്കൊന്നും പോയിട്ട് തന്നെ ഇല്ല. അപ്പം ഇതാക്കണ്ട എടുത്ത് വെച്ചുകാണ്ട് പോയാൽ പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോൾ അത് എടുക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ ഒരടുപ്പത്ത് ചോറും വെക്കുക, ഗ്യാസുമ്മ പയറും അതേപോലെ തന്നെ മീനൊക്കെ ഉണ്ടാക്കുക വിചാരിച്ചാണ്ട്. പിന്നെ മീൻ നന്നാക്കിയിട്ടില്ല കേട്ടോ, മീൻ കട്ടല്ല. അപ്പോൾ അതിൻ്റെ അതൊക്കെ ഒന്ന് പോവട്ടെ എന്ന് വിചാരിച്ചു കണ്ട് പിന്നെ അതാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കല്ല് വേഗം കേക്ക് വെച്ചിട്ടോ. അത് എപ്പോൾ എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യലേ. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഷാനു വന്നിട്ട് പറഞ്ഞ് ഓന് പനിയാണല്ലോ, അപ്പോൾ രാവിലെ ചായയും കുടിയൊന്നും വല്ലാതെ പോയിട്ടില്ല. അപ്പോൾ ഓനക്ക് മാഗിയാണെന്ന് പറഞ്ഞിട്ട് മാഗി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ മാഗി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം, ഉള്ളി തക്കാളിയൊന്നും ഇല്ലാതെ. ആ ഒരു മസാലപ്പൊടി ഇട്ടിട്ട് തന്നെ വേഗം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ എന്താ വെച്ചാൽ ഓന് ഉള്ളിയും തക്കാളിയൊന്നും അത്ര ഇഷ്ടമാവണില്ല. ഇപ്പോൾ ഈ ഒരു പനിച്ചിട്ട് ആകെ എന്തോ വയ്ക്കണേ. അപ്പോൾ എനിക്ക് മസാല ഇഷ്ടമില്ലാത്തതുകൊണ്ട് വേഗം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ച്. അപ്പം എന്നാൽ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളതിനൊക്കെ നിൽക്കാൻ വിചാരിച്ചു കണ്ട് അത് ഉണ്ടാക്കട്ടോ. അപ്പോൾ അതാ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണത്. അപ്പോൾ വെളിച്ചെണ്ണ കുപ്പി ഇതിലെന്താ ഒന്നായിട്ട് എടുത്തേക്കണമെന്നും ആരും വിചാരിക്കണ്ട കേട്ടോ. അതെ ഇതേപോലെ ആ ഒരു ചെറിയ കുപ്പി ഉണ്ടായിന്, അത് അടുപ്പത്ത് വെച്ചിട്ട് ഉരുക്കിക്കണ അപ്പോൾ ഒന്നിലുള്ളത് ഓയിലാണ്. അത് പിന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാനും ഇതിനൊക്കെ ആ ഒരു കുപ്പിയാണ് എളുപ്പം. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ ഇപ്പോൾ ഇതിലാണ് എടുക്കണത്. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ ഈ 2 പാക്കറ്റ് മാഗി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉള്ളിയും തക്കാളിയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്. പക്ഷെ പൊടി ഇങ്ങനെ കരിയാൻ പാടില്ല കേട്ടോ. എണ്ണ കിടന്നിട്ട് വേഗം നമ്മൾ വെള്ളം ഒഴിക്കണം. അപ്പോൾ നല്ല തിളച്ച വെള്ളം ഉണ്ടായിരുന്നു ഫ്ലാസ്കിൽ, അപ്പോൾ അതാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ അതാ നമ്മൾ മാഗി ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ, നോക്കിയിട്ട് ഇട്ടാൽ മതി. ഉപ്പ് ഏറിയിട്ടുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടല്ലോ മാഗി. അപ്പോൾ എല്ലാവരും മാഗി ഉണ്ടാക്കുമ്പോൾ ഉപ്പൊന്ന് നല്ല ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ചൂടൊടുക്കൽ തന്നെ അവർക്ക് കൊടുക്കാൻ വിചാരിച്ച്. കുറേ പ്രാവശ്യം ഇങ്ങനെ വന്ന് നോക്കൽ തുടങ്ങിയിട്ട് അയക്കണമെന്ന്. അത് ഈ പനി ഉണ്ടായാൽ അങ്ങനെയാണ്, നമുക്ക് ചില നേരത്തെ ഒന്നും വേണ്ടാത്ത പോലെ തോന്നും. എന്നാലും വിശപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പം തിന്നണം, അങ്ങനെയാണ്. അപ്പോൾ ഓന് അത്യാവശ്യമൊക്കെ രാവിലെയൊക്കെ ചായയൊക്കെ കുടിക്കണതാണ്. അപ്പോൾ തീരെ കുടിച്ചിട്ടില്ല. പിന്നെ ഗുളികൻ്റെ ക്ഷീണവും എല്ലാം കൂടി ആയിട്ട് ആകെ പിപ്പിരി അയക്കണേ. പിന്നെ സ്കൂളിലൊക്കെ പോവാതിരിക്കല്ല, അപ്പം തന്നെ ഒരു എന്തോ പോലെയാണ്. അപ്പം ഇങ്ങനെ അത് വേണം ഇത് വേണമെന്നൊക്കെ പറയും. ഉണ്ടാക്കി കൊടുത്താലോ ഒന്നിട്ടോ എനിക്ക് വേണ്ടേനു. അതൊക്കെ കഴിഞ്ഞാണ്ട് ആൾ ഇതവിടെ കിടക്കുന്നുണ്ട്. ഷാലു ഇതവിടെ TV കാണുന്നുണ്ട് കേട്ടോ. ഇനി അടിക്കാനും തുടക്കാനൊക്കെ നിൽക്കുക കേട്ടോ. അധികമൊന്നുമില്ല, നമുക്ക് ചെറിയ വീടാണ്, അതുകൊണ്ട് പിന്നെ കൂടുതലായിട്ടൊന്നുമില്ല. പിന്നെ സ്കൂളില്ലെങ്കിൽ പിന്നെ തലേ ദിവസം സ്കൂളില്ലെങ്കിൽ അത്യാവശ്യമൊക്കെ പരന്നിട്ടുണ്ടാവും കേട്ടോ. സ്കൂളുള്ള ദിവസമാണെങ്കിൽ പിന്നെ വല്ല കച്ചറൊന്നും ഉണ്ടാവില്ല. ഈ ഒരു TV കാണുന്നിടത്തൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാകുന്നല്ല, അല്ലെങ്കിൽ മിഠായി ഇന്നതും അതെന്നതൊക്കെ പരന്നിട്ടുണ്ടാവും. അങ്ങനെ അടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പലരും കമൻറ്റിലൂടെ ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എന്താണ് നിങ്ങൾക്ക് പല നേരത്തും പല സൗണ്ടെന്ന്. എന്താണെന്ന് വെച്ചാൽ അലർജി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പല നേരത്തും പല സൗണ്ട് തന്നെയാണ്. ചിലപ്പോൾ ഇങ്ങനെ അടഞ്ഞിട്ടാവും. ഇപ്പോൾ ഇന്ന് നല്ല അടവുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അലർജി കൂടുതലുള്ള ദിവസം നമുക്ക് അങ്ങനെ തന്നെ കാര്യം, അല്ല നമ്മൾ സൗണ്ട് മാറ്റണമെന്നല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിക്കാണ്ട് അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിക്കാണ്ട് നമുക്കിവിടെ ഉരലുണ്ട് കേട്ടോ. അപ്പോൾ ഉരല് കുടിരിക്കലിന് കൊടുത്തിട്ടുണ്ടായില്ല. എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ ഉമ്മാക്ക്. അപ്പോൾ വല്യമ്മ മരിച്ചപ്പോൾ വല്യമ്മാൻ്റെ വീട്ടിലുള്ള ഉരലും അമ്മയൊക്കെ വല്യമ്മ മരിക്കണതിന് മുന്നേ തന്നെ എന്നോട് പറഞ്ഞേനെ അത് ഇജ്ജ് എടുത്തോണ്ടേന്ന് പറഞ്ഞേനെ.
അപ്പോൾ പിന്നെ കുടിയിരിക്കലിന് എന്താണ് ഉമ്മാടെ പറഞ്ഞാൽ അതൊന്നും നമുക്ക് വേണ്ടമ്മ, അതൊന്നും വേങ്ങണ്ട, കാരണം പിന്നെ നമ്മൾ ഉപയോഗിക്കൂല, അങ്ങനത്തെ ഒരു സംഭവമല്ല. ഇതന്നെ ഇപ്പോൾ ഇങ്ങോട്ട് കൊടുന്നതിൻ്റെ ശേഷം ആകെ രണ്ടാമത്തെ പ്രാവശ്യമായിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കണം. അപ്പോൾ കുറച്ച് ഗോതമ്പ് ഉണ്ട്, വൈകുന്നേരം എന്നാൽ ഗോതമ്പ് കുത്തി പീങ്ങാന്ന് വിചാരിച്ചിട്ട് ഒരൽ നന്നാക്കി എടുക്കണം. അപ്പോൾ ഈ മഴയൊക്കെ കൊണ്ടുകാണ്ട് കുറച്ച് കേടാൻ നിൽക്കണേ. അപ്പോൾ അത് ഞാനും ശാലും കൂടി അങ്ങനെ കേക്ക് വൃത്തിയാക്കിയിരിക്കണേ. അത് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ അടുക്കളയ്ക്ക് വന്നിക്കണേ കേട്ടോ. അപ്പോൾ ഇതാ ഒരടുപ്പത്ത് ചോറ് അവിടെ എന്താണ് നമ്മളെ വിറകടുപ്പിൽ വേവണമുണ്ട്, ഗ്യാസമ്മ മീനും പൊരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ പയറും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാന്തൽ മീനാണ്. രാത്രി അധികം ആരും ചോറ് തിന്നാത്തതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് കൂട്ടാനുകളൊക്കെ മതി കേട്ടോ. എന്നാലും മീനും ഉപ്പേരിയും കറിയൊക്കെ ഉണ്ടാക്കണം, എന്നാലും അളവ് കുറച്ച് മതി. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നാലുള്ള നമ്മളിടുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ആരെയും മറന്നിക്കണമെങ്കിൽ അതൊന്ന് ചെയ്തോളൂ. ഇതിൻ്റെ ഒപ്പം കുറേ ആയിട്ട് നമുക്ക് മാന്തളൊന്നും ഇപ്പോൾ ഇവിടെ അങ്ങനെ കിട്ടലില്ല കേട്ടോ. അപ്പോൾ ഒരു അയില തന്നെയാണ്, എല്ലായിടത്തും അങ്ങനെ തന്നെ തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ അതാ 2 ദിവസമായിട്ട് ഇപ്പോൾ മാന്തളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. മാന്തൾ പിന്നെ സീസണിൽ ഉണ്ടാവുന്ന ഒരു മീനാണ് തോന്നുന്നുണ്ട്, നമുക്ക് അധികം അങ്ങനെ കിട്ടലില്ല, എപ്പോഴെങ്കിലൊക്കെ മാന്തൾ കിട്ടുള്ളൂ. ഇതാകെ പുറത്ത് ആ കറുത്ത തൊലിയുള്ള മാന്തളാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല കട്ടിയൊക്കെ ഉള്ള മാന്തളാണ്. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ കുക്കറിലേക്ക് ആ കഷ്ണങ്ങളൊക്കെ ഇട്ടെടുത്തേക്കണം കേട്ടോ. പിന്നെ സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പ് അതൊക്കെ തന്നെ, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകാണ്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചുകാണ്ട് നമ്മൾ കുക്കറിലാണ് വെക്കണത്. ഇനിയിപ്പോൾ ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെന്തിട്ടാൻ സമയമെടുക്കും. അപ്പോൾ ഉപ്പ് വെക്കുമ്പോൾ ഉപ്പ് തീരെ ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടുകാണ്ട് അതവിടെ കുക്കറിൽ വെക്കണേ. അപ്പോൾ ഈ ഒരു ചോറിൻ്റെ അടുപ്പത്തേക്കാണ്ട് വെക്കണേ. റേഷൻ അരിയാണ് നമ്മളിവിടെ വെക്കൽ. അപ്പോൾ അത് കണ്ണിയടുപ്പത്തേക്കാണ്ട് വാങ്ങിച്ചുകാണ്ട് ഇത് അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പുകടുപ്പിനുള്ളൊരു ഇതന്നെ, കണ്ണിയടുപ്പും മറ്റേ അടുപ്പും ഒരേപോലെ ചൂടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ വിറകടുപ്പ് ഉപയോഗിക്കലുണ്ട് കേട്ടോ, കാരണം കുറച്ച് വിറകൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇപ്പം എല്ലാം കൊത്തിപ്പൊളിച്ചാൽ ഒക്കെ നല്ല വിറകുകളാണ്. അപ്പോൾ പിന്നെ വിറകടുപ്പ് നമ്മൾ ഉപയോഗിക്കലുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കൗണ്ടർ ടോപ്പൊക്കെ നല്ല തുടച്ചിട്ട് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചൻ്റെ ശേഷമുള്ളതാണ് ഇപ്പോൾ ഈ കാണിക്കണത്. എന്താ വെച്ചാൽ ഗോതമ്പ് കുത്തിപ്പീങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് അറിയാത്തോലുണ്ടോ എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ലായിരുന്നു, ഉമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മൾ ഗോതമ്പ് നന്നായിട്ട് കേകിൻ്റെ ശേഷം ഇതേപോലെ നല്ലോണം കുത്തുക. അപ്പോൾ കുത്താനൊന്നും എനിക്കറിയില്ല കേട്ടോ, ആദ്യമൊക്കെ ഉമ്മ കുത്തി തന്നീന്. അപ്പം ഉമ്മാക്ക് ഇങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞുകൊണ്ട് ഉമ്മാക്ക് കുത്താനൊന്നും പറ്റൂല. അപ്പം എനിക്ക് വയ്ക്കും പോലെയൊക്കെ കുത്തിക്കണ്. പക്ഷേ ഇത് നമുക്ക് ഏതറിയാത്തവർക്കും ഗോതമ്പും കുത്താട്ടാ. പിന്നെ ആദ്യമൊക്കെ നമ്മളെപ്പോഴും ഇതേപോലെയൊക്കെ കുത്തി ഒക്കെ വെച്ചീനോ. ഇപ്പം ഒക്കെ മടിയല്ല, ആരും ഇപ്പം ഇതൊക്കെ ചെയ്യല്ലേ. അങ്ങനെ ഉമ്മ എനിക്ക് കാണിച്ചെന്നൊക്കെ ചെയ്തു, പക്ഷെ അമ്മക്ക് അങ്ങനെ കുത്താനൊന്നും ഇപ്പം പറ്റൂല. അമ്മക്ക് നല്ലോണം ഇടിച്ചീന ആളാണ് കേട്ടോ. ഇപ്പം പുതിയതായിട്ട് കുടിയിരിക്കണ പോലെ പെരിയിലൊന്നും അധികം ഇപ്പോൾ ഒലക്കൊന്നും ഉണ്ടാവില്ല, കാരണം ആരും ചെയ്യണില്ലല്ലോ. നമ്മളിപ്പോൾ ഇതേമാതിരിക്ക് എപ്പോഴെങ്കിലുമൊക്കെ പൂതിയാവുമ്പോൾ ഈ ഒരു പണിയൊക്കെ നമുക്ക് ഇഷ്ടമല്ല, എടുക്കാത്ത പണിയാകുമ്പോൾ എപ്പോഴെങ്കിലും എടുക്കാനൊരു ഇഷ്ടമാണല്ലോ. അപ്പം അങ്ങനെ ചെയ്യാണ് കേട്ടോ. പിന്നെ ഗോതമ്പ് കുത്തി പീങ്ങിയത് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൽ കുത്തിയില്ലെങ്കിൽ മിക്സിയിൽ കുത്തും. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കണത് ഈ മിക്സിയിൽ കുത്തുന്ന കാട്ടി നല്ല രസമായിട്ട് തോന്നിയിരിക്കണത് പിന്നെ ഈ ഒരു ഉരലിൽ കുത്തുന്നതാട്ടോ. ഇത് തിന്നുമ്പോൾ എനിക്ക് ഓർമ്മയായ ചെറിയ കുട്ടിയൊക്കെ ആയിനെന്ന് എൻ്റെ ഉപ്പാൻ്റെ അമ്മക്ക് അതേമാതിരിക്ക് ഉണ്ടാക്കീന്. അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെയാണ് ഇതിന് തോന്നുക. നമ്മൾ മിക്സിയിൽ കുറച്ച് വെള്ളം കുടഞ്ഞിക്കാണ്ട് ഇങ്ങനെ നമ്മൾ കുറച്ചിങ്ങനെ കറക്കിയെടുക്കുക, പിന്നെ അതിൻ്റെ ആ ഒരു ഉമ്മ കളഞ്ഞിട്ട് നമ്മൾ കുക്കറിൽ വെക്കണമെങ്കിൽ അത്ര ഒരു ഇത് തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കുത്തിയെടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത്ര ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ലോണം ചേരണം. കുത്തൽ പിന്നെയും വയ്ക്കും, ചേരണ പണി തീരെ വയ്ക്കൂല. അപ്പം മനക്കൊടനെ ഇട്ടോ ചേറിക്കണത്. ഈ ഒരു കുത്തലും ചേറലൊക്കെ എനിക്ക് പഠിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ പറ്റണില്ല, ചേറൽ തീരെ പറ്റണില്ല. കുത്തൽ പിന്നെ 2 കൈ കൊണ്ടെങ്കിലും ചെയ്യാ വിചാരിക്കുക. അരക്കൽ കുറേയൊക്കെ ഇപ്പോൾ പടിഞ്ഞിരിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചമ്മന്തി ആയിട്ടും ചിലപ്പം തേങ്ങ ആയിട്ടൊക്കെ തന്നെ അരക്കലുണ്ട്. അപ്പോൾ അരക്കണ പണി എനിക്ക് കുറച്ചൊക്കെ ഇപ്പോൾ പടിഞ്ഞിരിക്കണേ. ഇൻഷാ അല്ലാഹ് അതും കൂടി പഠിച്ചെടുക്കണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഗോതമ്പ് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ വെച്ചിട്ടാണ് ഇവിടെ വേവിച്ചിക്കണേ. പിന്നെ അതിക്ക് നമ്മൾ തേങ്ങയും പഞ്ചാര ഇട്ടിടണേ. ചിലവരിത് ഉള്ളിയൊക്കെ അരിഞ്ഞ് കറിവേപ്പിലൊക്കെ ഇട്ടുകൊണ്ട് തൂമ്പിക്കും. അപ്പം നമ്മളിവിടെ തേങ്ങയും പഞ്ചാരയാണ് ഇട്ടിക്കണേ. എനിക്കിതാണ് ഇഷ്ടം, എനിക്കും മക്കൾക്കൊക്കെ തന്നെയാണ് ഇഷ്ടം പഞ്ചാരയും തേങ്ങ ഇട്ടത്. അപ്പോൾ ഗോതമ്പ് ഇങ്ങനെയൊക്കെ ഒന്ന് ഉരലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കുത്തി പീങ്ങി കൊണ്ടിട്ടാ, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കണമെന്ന് വിചാരിക്കണം കേട്ടോ. ഇഷ്ടമായിട്ട് നിങ്ങളെ ഫാമിലിക്കും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൊണ്ട്, എന്നിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണ്ട കേട്ടോ.
അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.